വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഹനിയ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിനി കാർട്ടൂൺ ഫ്രെയിം ആണ് കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ്ങിലായി നിൽക്കുന്ന ഒന്നാണ് കേട്ടോ മിനി കാർട്ടൂൺ ഫ്രെയിം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ട്യൂൺമി എന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ആപ്പ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓപ്പൺ ചെയ്താൽ തന്നെ ടോപ്പ്, ട്രെൻഡിങ്, റീസെൻറ്റ് അങ്ങനെ മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ട്രെൻഡിങ്ങിൽ എൻ്റെ കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട എഫക്റ്റാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇതാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഗാലറി പോയിട്ട് പിക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ ഗാലറിയിൽ നിന്ന് ഒരു പിക്ക് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന പിക്ക് കൂടുതലും ഫേസാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ബാക്കി നമുക്ക് ക്രോപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ക്രോപ്പ് ചെയ്തിട്ട് ഈ ഏരോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ആഡ് കഴിഞ്ഞ് നമുക്കിതാ ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ ഗാലറിയിൽ വന്നപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് ചെയ്താണ് കേട്ടോ ഇതിൻ്റെ ഇപ്പുറത്ത് കാണിച്ചത്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ നമ്മൾ ട്യൂൺമി എന്ന് പറഞ്ഞൊരു വാട്ടർമാർക്ക് ഉണ്ട്, അത് നമുക്കൊന്ന് പോക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ അവിടെ പിക്സാർട്ട് എന്ന ആപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പിക്സാർട്ട് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ പിക്സാർട്ടിത്തെ ഡ്രോ എന്ന് പറഞ്ഞ ടൂള് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ വൈറ്റ് കളറ് ആക്കി കൊടുക്കുക കേട്ടോ. അവിടെ വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ കളറിൽ പോയിട്ട് വൈറ്റ് കളർ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് എറേസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് പോക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ എറേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഫുള്ളായിട്ട് എറേസ് ചെയ്തതിന് ശേഷം ടിക്ക് ബട്ടണ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ആസ് GPG ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ള ആപ്പ് ക്യാൻവ ആണ്. അതും നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ശേഷം കസ്റ്റമൈസ് സൈസ് ക്ലിക്ക് ചെയ്യുക. വിഡ്ത്തും ഹൈറ്റും 4x4 ഇഞ്ചിൽ സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ. ശേഷം കുറച്ച് ടൂൾസൊക്കെ വന്നിട്ടുണ്ടാവും. അതിൽ നമ്മൾ അപ്ലോഡ്സ് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതിൽ നമ്മൾ ഫോട്ടോ അതിലേക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ തീരെ ക്വാളിറ്റി കുറയില്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ പിക്സാർട്ടിൽ നിന്ന് എന്താണ് ഫോൾഡറിൽ പോയിട്ട് ഇതെടുക്കുന്നുണ്ട്. ശേഷം ഞാൻ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ശേഷം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട സൈസിൽ ഈ ഒരു ഫ്രെയിമിൽ ഫോട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ടൈപ്പിങ്ങും നമുക്ക് ടെക്സ്റ്റ് പോയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് വരുന്ന പോലെ ഈ പിക്ക് റെഡിയാക്കി വെക്കാം. ശേഷം ഞാൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ടൂളിൽ പോയിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് അവിടെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോൺസൊക്കെ മാറ്റാൻ എഡിറ്റിൻ്റെ അപ്പുറത്തുള്ള ഫോണിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് മുകളിൽ ഉള്ള ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് സേവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.